ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ചെയ്യണത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പേളിമാണി ചെയ്തില്ലേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എഗ്ഗ് വെച്ചിട്ടുള്ളത്, അതാണ് ഞാൻ ഇന്ന് ചെയ്ത് നോക്കണത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഷേക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. പേളിമണിയുടെ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ ഞാൻ കുക്ക് ചെയ്യണമെന്ന് ശ്രദ്ധിക്കാറില്ല. എനിക്ക് ആ പിള്ളേരുടെ കളിയും ചിരിയാണ് ഞാൻ കൂടുതലും ശ്രദ്ധിക്കാറ്. നിങ്ങളൊക്കെ അങ്ങനെയാണോ? നിങ്ങൾക്ക് ഏതാണ്, പേളിയുടെ കുക്കിംഗ് ആണോ ഇഷ്ടം, അതോ ആ പിള്ളേരെയൊക്കെയാണോ ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇതുവരെയും ട്രൈ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് ഇത് അടിപൊളിയാണല്ലോ എന്ന് തോന്നിയത്. അതുകൊണ്ടാണ് നിങ്ങളായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം തന്നെ 2 മുട്ട പൊട്ടിച്ചൊരു ബൗളിലേക്ക് ചേർത്തിട്ട് അതിലേക്ക് അല്പം കുരുമുളകിൻ്റെ പൊടിയും ഉപ്പ് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ അതിലേക്ക് ഒരല്പം പാലും കൂടി ഒഴിച്ച് മിക്സാക്കി വെക്കണം. പിന്നെ ചെയ്യേണ്ടത്, ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് കുനുകുന അരിഞ്ഞിട്ടുള്ള സവാള, തക്കാളി, പച്ചമുളക്, ക്യാപ്സിക്കം എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റണം. അത് ഒരുപാട് വഴന്നു പോകാതെ അതിൻ്റെ ആ ക്രഞ്ചിനെസ് പോകാത്ത രീതിയിൽ ഒന്ന് വാടി കിട്ടിയാൽ മതി. എന്നിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെക്കണം. അതിനുശേഷം വേണം അതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് ഇതേപോലെ ഒത്തിരി ഫോഴ്സിൽ ഒഴിച്ചു കൊടുക്കാതെ ചെറിയ രീതിയിലിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാ ഭാഗത്തും കൂടി ആവണ രീതിയിൽ ഒഴിച്ചു വെച്ചിട്ട് ഒന്ന് മൂടി വെക്കണം. ഈ സമയത്ത് ഗ്യാസ് നല്ല സിമ്മാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. എന്നിട്ട് ഒന്ന് സെറ്റായി കഴിയുമ്പോഴേക്കും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കണം. വീണ്ടും അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് ആയി വരുമ്പോഴേക്കും കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ ഇങ്ങനെ തൂവി കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇത്തിരി ചില്ലി ഫ്ലേക്സ് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി അടച്ച് വെച്ച് അത് എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് ഉണ്ടാക്കി നോക്കിക്കോ ധൈര്യമായിട്ട്. കാരണം നല്ല സൂപ്പറാണ്. വെറുതെ അല്ല ഇത് വൈറലായത്. വൈറലായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നാണ് എനിക്കിപ്പോൾ തോന്നണത്. ഇത് നേരത്തെ ചെയ്ത് നോക്കേണ്ടതായിരുന്നു എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കൊള്ളണം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇതിനി എന്നിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് കട്ട് ചെയ്യണം. പിസ്സയൊക്കെ കട്ട് ചെയ്യണ പോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ. കണ്ടോ, നല്ല പാലൊക്കെ ചേർത്തേക്കണത് കൊണ്ട് നല്ല സോഫ്റ്റാണ്. ഇനി ഇതിൻ്റെ ഒപ്പം ഒരു ഷേക്കും കൂടി ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് 5 രൂപയുടെ ബൂസ്റ്റിൻ്റെയും ഹോർലിക്സിൻ്റെയും കൂടി പാക്കറ്റ് പൊട്ടിച്ച് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ചെറിയ ഞാലിപ്പൂവും പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് പാലൊന്ന് കട്ടയാക്കി വെച്ചതിന് ശേഷം ആ കട്ട ചേർത്ത് ആദ്യം ഒന്ന് അടിക്കണം. എന്നിട്ട് വീണ്ടും പാലൊഴിച്ച് ഒന്നും കൂടി അടിച്ചതിന് ശേഷം മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് ഇതേപോലെ അതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ അടിപൊളിയായിട്ടുള്ള ഷേക്ക് നമുക്ക് കിട്ടും. ഞാലിപ്പൂവൻ പഴത്തിൻ്റെ അതിന് പകരമായിട്ട് റോബസ്റ്റ പഴം കൂടി ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ റോബസ്റ്റ എടുക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷേക്കാണ്. ജ്യൂസെന്നോ ഷേക്കെന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ പറയാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബായ്.